ഹലോ ഫ്രണ്ട്സ്, മനുവിൻ്റെ അലുവിനയുടെ വരാനിരിക്കുന്ന വിശേഷങ്ങൾക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ അലീന അവിടെ ആക്കിയിട്ട് കൊട്ടാരമരത്തിലാക്കിയിട്ട് നമ്മുടെ സ്റ്റാൻലി പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ റോബിച്ച, ഇവിടെ നോക്കുന്നതിന് ഞാൻ ഇവിടെ നിർത്തിയിട്ട് പോയി, ഇവിടെ നോക്കുന്നതിന് വല്ല വിഷയമുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, ഇല്ല, തൊണ്ടേക്കൂടെ ഒടുങ്ങിക്കഴിഞ്ഞാൽ അത് ഇറക്കാതെ പറ്റത്തില്ലല്ലോ എന്ന് പറയാണ്. എന്നാൽ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. ഞാൻ അതിനോട് പറയാം, ഞാൻ തിരുവനന്തപുരത്തും പിന്നെ എറണാകുളത്തൊക്കെ പോയിട്ടേ വരത്തുള്ളൂ, അതുവരെ നീ നിന്നോണം, എന്തെങ്കിലും വിഷയം ഉണ്ടാക്കുകയാണെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാണ്. ശരി പപ്പ എന്ന് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ നമ്മുടെ സ്റ്റാൻലി ഇറങ്ങി പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അലീന റോബിച്ചിൻ്റെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. നോക്കിയപ്പോഴത്തേക്ക് വലിയ മൈൻഡില്ലാത്ത രീതിയിൽ ആളകത്തോട്ട് കയറി പോകുന്നുണ്ട്. അടുത്ത കാണിക്കുന്ന തന്നെ അവധക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, അപ്പച്ചൻ്റെ മോൾ എന്ത് ചെയ്യും, ഷെർണാൻറ്റി റാണി മോൾ എന്ത് ചെയ്യുന്ന ചോദിക്കും. കാണിക്കാന്ന് പറഞ്ഞു. പിന്നെ ലാലി അവധക്കുട്ടി വിളിച്ചോണ്ട് പോവാണ്. അവധക്കുട്ടി അലിനെ വിളിച്ചോണ്ട് നേരെ ചെല്ലുകയാണ്. അപ്പോൾ അതൊരു നിഗൂഢത നിറഞ്ഞൊരു വീട് റൂമാന്ന് മനസ്സിലായി. കാരണം ഞാൻ അടയ്ക്കപ്പെട്ട വയ്യാത്തൊരു സ്റ്റേജ് നിൽക്കുവാണല്ലോ അലീന, അല്ലല്ല റാണിമോള്. അപ്പം അകത്ത് കയറി ചെല്ലുമ്പോഴത്തേക്ക് തന്നെ ഒരു ജനല, 3 പാളിയുള്ള ജനല, ആ 3 പാളി ജനലിൽ നടുക്കൂടി വെട്ടം വരുന്നുണ്ട് പുറത്തുനിന്ന്. അപ്പം ഇത് ആളെ കാണുമ്പോഴത്തേക്ക് ചുമരോട് ചേർത്ത് നിന്ന് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന പോലെ ഒരു ചെറിയ മയക്കത്തിലാണ്. മുടിയെല്ലാം വല്ലാത്ത രീതിയിൽ ഇട്ട് അത് കെട്ടി വെക്കാതെ പിന്നെ ഒരു വെള്ള നൈറ്റിയൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആളെ കാണുമ്പോഴത്തേക്ക് അത് കൂടി ചോദിക്കുന്നുണ്ട്, എടി റാണിമോളെ എന്താ നീ ഉറക്കമാണോ ചോദിക്കുക. ഇല്ല പച്ച, പറഞ്ഞ പച്ച എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ വന്ന് നീ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കണ്ടു, ഞാൻ എൻ്റെ അപ്പച്ചൻ വന്നേ അറിഞ്ഞില്ല, പക്ഷെ ലാലിച്ചൻ വന്ന് ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ എന്തൊക്കെ നടക്കുന്നേ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ നിന്നെ ഒരാളെ പരിചയപ്പെടുത്താം, അതിനെ കൊണ്ടുവന്നേക്കുന്നുണ്ട്. എന്നിട്ട് അലീനെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് പറയാം, എന്നെ ആരും പരിചയപ്പെടുത്തും, അല്ല എനിക്കാരെയും പരിചയപ്പെടേണ്ട കാര്യമില്ല, എനിക്ക് എൻ്റെ മോളെ മതി, എനിക്ക് ആരെയും പരിചയപ്പെടുത്തണ്ട എന്നൊക്കെ പറയണം. നീ എന്തെങ്കിലും വട്ടുതരം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, നീ ഇവളെ നോക്കിയേ, ഇവളാണ് അലീന, ലാലിച്ചൻ്റെ മോളെന്ന് പറയണം. ഉടനെ ഒരു വല്ലാത്തൊരു തണുത്ത നോട്ടം നോക്കുവാണ് നമ്മുടെ ലാലിച്ചൻ്റെ അലിയുടെ മുഖത്ത് നോക്കി നമ്മുടെ റാണിമോള്. അങ്ങനെ ഷെർമോൾ അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്ക് പറയും, എന്താണ് നീ ഇവിടെ ഇരിക്കും, ഫുഡൊക്കെ കഴിച്ചോ, നീ എന്നെ ഭക്ഷണം കഴിക്കാത്ത എന്നൊക്കെ ചോദിക്കുവാണ്. ഭക്ഷണം കഴിക്കാത്ത, ഭക്ഷണം മാത്രമല്ല ഗുളികയും കഴിക്കാത്ത, എന്താടി നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഒരു ഭ്രാന്തും ഇല്ല, ചുമ്മാ നിങ്ങൾ ഓരോന്നിനും അടിച്ചിറക്കുമല്ലേ, എനിക്ക് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ കൊച്ചിനെ തിരിച്ചു കിട്ടണം അതായതൊക്കെ പറയുന്നുണ്ട്. നീ ഇവിടെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നോ എന്ന് പറഞ്ഞ് നേരെ അവധക്കുട്ടി അലീനയും വിളിച്ചോണ്ട് പുറത്ത് പോയി കഴിയുമ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട്, അപ്പച്ച എന്താ ഈ ആൻറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവൾക്ക് വേറെ പണിയൊന്നുമില്ല, അവൾക്ക് വട്ട്, അവള് അല്ല ആൻറ്റി പറയുന്നുണ്ടല്ലോ ഒരു കൊച്ചിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അവൾക്ക് എപ്പോഴും ഒരു കൊച്ചുണ്ടായെന്നും കൊച്ചിനെ നഷ്ടപ്പെടുത്തിയെന്നും പിന്നെ ഞങ്ങളെല്ലാം കൊണ്ട് കൊന്നു കളഞ്ഞെന്നൊക്കെ അവൾക്കൊരു ചുമ്മാ ഒരു തോന്നല, അതൊക്കെ അവളുടെ മനസ്സിലിരിപ്പ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു തോന്നലില്ല, അവളുടെ ഒരു വിഭ്രാന്തി മാത്രമേ ഉള്ളൂ, അല്ലാതെ ആരും ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യുമോ, ഞങ്ങളാരെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ചെറിയ കള്ളത്തരം കാണിക്കുന്നുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ തന്നെ അലീന ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഡൈനിങ് റൂമിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ആൻസിയോട് ചോദിക്കുന്നത്, ആൻസി ഈ കൊച്ചു ഇവിടെ ഇത്രയും നേരം വന്നിട്ട് നിനക്ക് ഇത്തിരി വെള്ളം കൊടുക്കാൻ പറ്റത്തില്ലെന്ന് ചോദിക്കുമ്പോഴത്തേ, എനിക്കാരും കണ്ട വഴി പോകുന്ന ആൾക്കാർക്കൊന്നും ഫുഡ് വെച്ച് കൊടുക്കാനോ അല്ല വെള്ളം എടുത്ത് കൊടുക്കാനോ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. എടി ഇത് കണ്ട കൊച്ചല്ല, ഇത് ലാലിച്ചൻ്റെ മകളാ എന്ന് പറയുമ്പോഴത്തേക്ക്, ലാലിച്ചൻ്റെ മകളോ, ലാലിച്ചൻ്റെ കണ്ട കാലഘട്ടത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും പെൺപിള്ളേരുമായിട്ട് അവിഹിതം ഉണ്ടായിട്ട് ആ രീതിയിൽ ജനിക്കപ്പെട്ട ജാരസന്തതികളെയൊക്കെ ഞാനിവിടെ വലിയ പത്രാസ് കാണിച്ച് അവരെയൊക്കെ പിടിച്ചു നിർത്തി ഞാൻ അവർക്ക് വേണ്ടി വെച്ചുണ്ടാക്കി കൊടുക്കേണ്ട കാര്യം എനിക്കുണ്ടോ? അവരൊക്കെ അങ്ങനെയൊക്കെ പലതും കാണുക, അതൊക്കെ അനാഥാശ്രമത്തിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ കൊണ്ടുവിടണം, അല്ലാതെ ഇവിടെ കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യമില്ല. എന്നെ ഭരിക്കാൻ പറ്റരുത്, എന്നെ ആവശ്യമില്ലാത്ത രീതി പറയരുതെന്ന് പറയുമ്പോഴത്തേക്ക്, ഞാൻ ചോദിച്ചത് നിന്നോട്, അപ്പം അതുകൂടി ഞാൻ നിന്നോട് ചോദിച്ചു, കൊച്ചിന് അവൾക്ക് കഴിക്കാൻ വേണ്ടി ഊണ് ഇല്ലെന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞാൽ ഞാൻ ലാലിച്ചനെ വിളിച്ചിട്ട് ഇപ്പം തിരിച്ച് വരുത്തിയിട്ട് ഞങ്ങൾ ഊണ് മേടിച്ചോളാം എന്ന് പറയാം. അതുകൊണ്ട് അങ്ങനെ ഊണില്ലെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് പറയുന്നില്ലല്ലോ, പക്ഷെ ഞാനായിട്ട് വിളമ്പിയൊന്നും കൊടുക്കത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയണം. ഉടനെ പറയാം, നിനക്ക് ഇത് ലാലിച്ചിവിടെ വന്ന് നിന്നപ്പോഴത്തേക്ക് നിനക്ക് എന്നെ പറഞ്ഞാൽ എന്നായിരുന്നു കുഴപ്പം, ലാലിച്ചിനെ കണ്ടപ്പോൾ നീ പേടിച്ച് വിറച്ച് അകത്തോട്ട് ഓടുന്ന കണ്ടായിരുന്നല്ലോ, ഇപ്പം അവൻ പോയി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളോട് നിന്റെ ഗോഷ്ടി കാണിക്കുവാണോ എന്ന് ചോദിക്കുക. ഉടനെ പെട്ടെന്ന് റോബിച്ച
അവതുക്കുട്ടി വിളിക്കുക, എടാ റോബിച്ചാ പറഞ്ഞ എന്താ അപ്പച്ചാന്ന് പറഞ്ഞ് റോബർട്ട് വരുന്നുണ്ട്. അപ്പോൾ റോബർട്ട് ഒന്ന് ചോദിക്കുന്നത് എന്താ അപ്പച്ചാന്ന്, എടാ നിന്റെ ഭാര്യയ്ക്ക് ഇവക്ക് ഫുഡ് കൊടുക്കാനില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേ അപ്പോൾ ആൻസർ പറയാം, ഞാൻ ആർക്കും ഫുഡ് കൊടുക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ കയ്യിൽ നിന്നുകൊണ്ട് എടുത്ത് കൊടുക്കത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ എന്നുള്ള രീതി പറയാണ്. ഉടനെ എന്നെ ഈ അലീന എന്ന് പറയുന്നത് ലാലിച്ചൻ്റെ മോളാ, അത് നീ മറക്കരുത് പറയുമ്പോഴത്തേക്ക് അപ്പോൾ റോബർട്ടോട് പറഞ്ഞു, റോബർട്ട് നിനക്കത് അറിയത്തില്ലടാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അപ്പച്ച ഇത് ലാലിച്ചൻ്റെ മക്കൾ ഇവിടെ വന്നിട്ടുണ്ട്, അവരൊക്കെ നന്നായിട്ട് ശുശ്രൂഷിച്ചിട്ടുമുണ്ട്, ഇതിപ്പോൾ എവിടെ നിന്നെങ്കിലും കയറി വന്ന പിള്ളേരൊക്കെ ഞാനും എൻ്റെ ഭാര്യ എന്തിനാ വെച്ച് ഇറക്കി കൊടുക്കുന്നതോ, അവിടെ ചുമ്മാ വേണ്ട, എടാ നീയൊക്കെ ഈ വീട് കഴിയുന്നത് നിനക്കൊക്കെ ഈ 1 ഏക്കർ സ്ഥലവും ഈ വീടും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടനുസരിച്ച് ഇവിടെ നിന്നാൽ മാത്രം മതി, ഇല്ല ഇറങ്ങിക്കോ, എനിക്ക് വേറെ ആമക്കളുണ്ട്, അവിടെ ഞാൻ പൊക്കോളാം, ഒരു കുഴപ്പമില്ല എന്ന് പറയണം. അതുകൊണ്ട് ഈ പ്രാവശ്യം മുൻകൈ നമ്മുടെ അവതക്കുട്ടിക്ക് തന്നെയാണ് പറഞ്ഞത്, തിരിച്ചു കൊടുത്തപ്പം മിണ്ടാതിരിക്കുകയാണ്, മര്യാദയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അപ്പച്ചൻ നിൽക്കുമ്പോഴത്തേക്ക് പതുക്കെ അലീനെ വിളിച്ചോണ്ട് വന്ന് റൂമിൽ കയറ്റുന്നുണ്ട്. അപ്പച്ചൻ എന്തിനാ അപ്പച്ച വഴക്കുണ്ടാക്കാൻ പോകുന്നത്, അപ്പച്ചൻ അവരോട് വഴക്കിട്ടുണ്ടാക്കിയിട്ട് എന്നാ കാര്യം ഇരിക്കുന്നത്, നമ്മൾ പറയുന്ന കാര്യം പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതുള്ളൂ, അല്ലാതെ യാതൊരു രീതിയിലും ഗുണവും ഇല്ല, അപ്പച്ചൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഒന്നുമല്ല മോളെ, നമ്മളെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഇത്തിരി ചോറ് തന്നാൽ തന്നെ കുഴപ്പം അവർക്ക്, അത് അവർക്ക് തന്നെ കുഴപ്പം എന്നൊക്കെ ചോദിക്കുകയാണ്. എന്തായാലും കുഴപ്പമില്ല അപ്പച്ച, എന്തായാലും ഒരിക്കൽ കൂടി തന്നെ ഞാൻ റാണി ആൻറ്റിയുടെ റൂമിലോട്ട് പോകാമെന്ന് പറയണം. നേരെ ചെല്ലുക, ശരി എന്ന് പറയുമ്പോഴത്തേക്ക് നേരെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് റാണി ആൻറ്റി കാണുമ്പോഴത്തേക്ക് പറയുവാണ്, ആൻറ്റി ഞാൻ അലീന, എന്താ വേണ്ടത് നിനക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, ആൻറ്റി അപ്പോൾ അവതക്കുട്ടി ഉണ്ടോ, അവതക്കുട്ടിയെ വിളിച്ചുകൊണ്ട് അവതക്കുട്ടി ചെന്നിട്ട് ഈ റൂമെല്ലാം നോക്കിയിട്ട് ഓരോന്നും വീക്ഷിക്കുമ്പോഴത്തേക്ക് അലമാര കാണുന്നു, അലമാര തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അലമാര മേലെ കീടനാശിനി, താഴെ എന്നാ പല രീതിയിലുള്ള പെസ്റ്റിസൈഡ്സ്, പിന്നെ പോയിസൺ ഒക്കെ ഇരിക്കുക. അതുകൊണ്ടാണ് അപ്പച്ച ഒരു മാനസിക വിഭ്രാന്തി ഉള്ള ഒരാളുടെ റൂമിൽ വെക്കേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അതെ വേറൊന്നുമല്ല, അവൻ റോബിച്ചൻ വെച്ചതാ, അത് പിള്ളേരൊക്കെ തട്ടിമുട്ടി എടുത്ത് പിന്നെ കളിക്കും, അവരുടെ കയ്യിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് വിഷമല്ലേ മോളെന്ന്, ആ വിഷം തന്നെയല്ല ഇപ്പം നിങ്ങൾ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്, ആൻറ്റിയുടെ റൂമിൽ വെക്കാൻ കൊള്ളാവുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് പറയും, ഇനി അപ്പച്ചൻ പൊക്കോ, ഞാൻ നോക്കിയോളാം എന്ന് പറയാം. എന്നിട്ട് നേരെ ഒരു ബോട്ടിലിൻ്റെ അകത്ത് കുറേ ഗുളിക എടുത്തിട്ട് നേരെ അലീന റാണിമോൾക്ക് നേരെ നീട്ടുവാണ്. ആ റാണിമോൾക്ക് നേരെ നീട്ടുമ്പോഴത്തേക്ക് റാണിമോള് പറയും, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തട്ടിക്കളയുമ്പോഴത്തേക്ക് ആ തട്ടിക്കളയുന്ന സാധനങ്ങൾ പിന്നെയും പെറുക്കിയെടുത്തിട്ട് ഒന്നും കൂടെ നീട്ടും. അപ്പം കൈ മേടിച്ചിട്ട് ചുമരിൽ വലിച്ചെറിയുന്നുണ്ട്. എന്നിട്ട് കയ്യിലിരിക്കുന്ന ഗ്ലാസും എടുത്ത്, അപ്പം ആ ഗുളിയെല്ലാം തട്ടിക്കളഞ്ഞു. അപ്പോഴത്തേക്ക് പിന്നെ കയ്യിലിരിക്കുന്ന ആ ഗ്ലാസ്സിൽ വെള്ളം വെച്ച് ആ ജനലിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് അലീന പറയുന്നുണ്ട്, എന്താ ആൻറ്റി ഇങ്ങനെ, ആൻറ്റിക്ക് പല രീതിയിൽ വിഷമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട്, അത് നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാം, ആൻറ്റിയുടെ കൊച്ചല്ലേ, ആ കൊച്ചിനെ നമുക്ക് കണ്ടെത്താം, അത് നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല. അതിൻ്റെ തലയൊക്കെ അവിടെ നിന്ന് മേശയിൽ പോയി ഒരു ചീപ്പെടുത്തുകൊണ്ടൊന്നും മുടിയെല്ലാം ചീവി കൊടുക്കുന്നുണ്ട്. ആ പല പ്രാവശ്യമായിട്ട് അത് ചീവി കൊടുക്കുമ്പോഴെല്ലാം അത് ഒലച്ച് കളയുന്നുണ്ട്, അതില്ലാതാക്കി കളയുന്നുണ്ട്. പിന്നെയും അലീന പിന്നെയും ഓരോന്ന് ചീവി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ അലീന നമ്മുടെ റാണിമോളെ സൃഷ്ടിക്കുന്ന ഒരു സീനാണ് ഇപ്പം ലാസ്റ്റ് കാണുന്നത്. കാത്തിട്ട് തന്നെ കാണാൻ 2-3 ആഴ്ചക്കുള്ള ഈ സീനെല്ലാം കടന്നു വരുന്നതാണ്. ഇനി ഓരോ ദിവസം കൂടുമ്പോഴത്തേക്ക് ടെസ്റ്റായിട്ട് നമ്മുടെ ചാനലിൽ നമുക്ക് കാണാവുന്നതാണ്. അതിനാൽ നിങ്ങളെല്ലാം വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പറയുന്നത് സൈനിങ് ഓഫ്. താങ്ക് യു.